അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണോ? വദഫഅ അൻഹു ദുൽമത്തുൽ കബരി വഹുവ മുൻകറുൻ വനകീർ. ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള അദാബ് വല്ലാത്ത ഒരു അദാബാണ്, ഒരു ഭയാനകമായ അദാബാണ്, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അദാബാണ്. എന്നെയും നിങ്ങളെയും അതിനകത്ത് കൊണ്ടുപോയി കിടത്തുമല്ലോ. ആ മുൻകറും നകീറെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഖബറിന്റെ അകത്ത് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഖബറിനൊരു സ്വഭാവമുണ്ട്. ഖബറിന്റെ അകത്തേക്ക്, ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് കടന്നു പോകുന്ന മനുഷ്യര് എങ്ങനെയാണ് ഖബർ സ്വീകരിക്കുന്നതെന്നറിയുമോ? ആ ഖബർ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ ഖബറിൽ പരാജയപ്പെട്ടാ പോയല്ലോ. നമ്മൾ പറയും, ഉസ്താദേ, ഒരാൾ ഈമാനോടുകൂടി മരണപ്പെട്ടാൽ, ശഹാദത്ത് കലിമ പറഞ്ഞു മരണപ്പെട്ടാൽ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ മരിച്ചെന്ന് കരുതുക, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുവച്ച ഖബർ ഞെരിക്കുമോ ഞെരിക്കില്ലേ? പറ, ഞെരിക്കുമോ ഞെരിക്കില്ലേ? ഈമാനോടുകൂടിയല്ലേ മരിച്ചേ? ഷഹാദത്ത് കലിമ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മരിച്ച മനുഷ്യനല്ലേ? ഈ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ച ഖബർ ഞെരുക്കോ? എന്തേ മിണ്ടാതിരിക്കണ? പറ, ഞെരുക്കുമോ? വെള്ളിയാഴ്ചയല്ലേ ഇപ്പൊ മരിച്ചേ? ഒരുപാട് നിസ്കരിച്ച മനുഷ്യനല്ലേ, തഴമ്പൊക്കെയുള്ള ആളല്ലേ, ഹാജിയാരല്ലേ, പള്ളിക്കൊക്കെ പൈസ കൊടുത്ത ആളല്ലേ, ഖബർ ഞെരുക്കോ? ഞെരുക്കും. അതങ്ങനെ ഖബറിന്റെ സ്വഭാവം അങ്ങനെ. ചില കാര്യങ്ങളിൽ പോലും ജയിലിൽ പോയെന്നവർ പറയത്തില്ലേ, വലത് കാല് വെച്ച് കയറിയാലും അടി, ഇടത് കാല് വെച്ച് കയറിയാലും അടി, രണ്ട് കാല് വെച്ച് ചാടി കയറിയാലും അടി. അതങ്ങനെ ഖബറിന്റെ സ്വഭാവമാ. ഖബർ ഞെരുക്കും. ഒരാളും രക്ഷപ്പെടൂല. ഒറ്റ ഒരു പെണ്ണു മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്നവരിൽ നിന്ന് ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാളെ ഉള്ളൂ, ഒരേ ഒരു പെണ്ണു മാത്രം. അത് അവരുടെ പവർ കൊണ്ടല്ല. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ വളർത്തുമ്മയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അപ്പൊ വളർത്തുമ്മ ഈ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടപ്പോ ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുന്നതിന് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം മൂരി ഖബറിന്റെ അകത്ത് ഇറങ്ങി കടന്നു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹ് എന്റെ ഉമ്മയെ നീ രക്ഷപ്പെടുത്തണേ, അല്ലാഹ് എന്റെ ഉമ്മാനെ ഖബർ ഞെരിക്കല്ലേ, അല്ലാഹ് ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ എന്ന് വസ്ത്രം മൂരിയിട്ട് ആ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിന്റെ അകത്ത് വെച്ചിട്ട് ദുആ ചെയ്തു. അതുകൊണ്ട് ആ മഹദി രക്ഷപ്പെട്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ആരെ കൊണ്ടുവച്ചാലും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് കരയാ. എല്ലാരും ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? എന്റെ മകളെ ഖബർ ഞെരുക്കിയപ്പോ വേദന സഹിക്കാൻ കഴിയാതെ വിളിച്ച വിളി കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പറയും, എന്റെ മോൾ ഇതിനകത്ത് കടന്ന് കരയുന്നത് എവിടെ മുതൽ എവിടെ വരെ? മശ്രിഖ് മുതൽ മഗ്രിബ് വരെ കേട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നമ്മുടെ വിളിയൊക്കെ എവിടെ കേൾക്കുമായിരിക്കും? നമ്മുടെയൊക്കെ വിളി എവിടെ വരെ കേൾക്കുമായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ ഞെരുക്കും രണ്ടു ഭാഗത്ത് നിന്ന്. അല്ലാഹുവേ, പടച്ചവനെ, ആ നിസാ ചെറുതായി ഞെരുക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അവിടെ ആരെങ്കിലും
പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കബറിനകത്ത് അങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മലക്കുകൾ വരും. മലക്ക് വന്നിട്ട് വിളിച്ചങ്ങോട്ട് ഉണർത്തു. എഴുന്നേക്കടാ സിറാജ്, എഴുന്നേക്ക്, പെട്ടെന്ന് എഴുന്നേക്കടാ. പിടിച്ചങ്ങോട്ട് ഇരുത്തിയിട്ട് പറയും, പടച്ചോനെ എഴുതടാ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നീ എഴുത്. എന്നോട് പറയും എഴുതാൻ. പേപ്പറില്ലല്ലോ, കഫൻ തുണി കീറിയിട്ട് പറയും, എഴുതടാ സിറാജേ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതാൻ വേണ്ടി കഫൻ തുണി വലിച്ചു കീറി കയ്യിൽ തരും. പടച്ചോനെ പേപ്പർ കയ്യിൽ കെട്ടി, പേനയില്ലല്ലോ, എഴുതിക്കോടാ, കൈയുടെ വിരലുകൊണ്ട്, നിന്റെ കൈയുടെ വിരലുകൊണ്ട് എഴുതടാ. ആ കഫൻ തുണിക്കകത്ത് സിറാജ് ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തിയത് മുഴുവൻ ഇങ്ങനെ എഴുതും സ്വന്തം കൈകണ്ട്. ഞാനും നിങ്ങളും കബറിന്റെ അകത്ത് കൊണ്ട് കടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ വരുന്നതിന് മുമ്പ് ഒരു മലക്ക് കബറി വന്നിട്ട് അങ്ങോട്ട് പറയണ കാര്യം എഴുതു പെട്ടെന്ന്. നിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ നീ എഴുതണം. നിനക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ മരിക്കുന്ന സമയം വരെ നീ ചെയ്തത് മുഴുവനും പേപ്പറിൽ സ്വന്തം കൈകൊണ്ട് എഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഫൻ തുണിയുടെ മുകളിൽ നമ്മൾ പേന കൈ ഇങ്ങനെ വെച്ച് എഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, എഴുതി എല്ലാം ഓർമ്മയോടുകൂടി. അപ്പ ചെയ്തതുപോലെ എല്ലാം ഓർമ്മയുണ്ടാകും. 30, 40, 50, 60 വർഷക്കാലം ചെയ്തത് മുഴുവനും എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും. എല്ലാം എഴുതി കഴിയുമ്പോ അതങ്ങോട്ട് നല്ലതുപോലെ കെട്ടിയിട്ട് സ്വന്തം കഴുത്തിൽ കെട്ടിത്തൂക്കിയിടും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി നമ്മുടെ കഴുത്തിൽ തൂക്കിയിടും. അതിനുശേഷമാ മലക്കുകൾ പോലും വരുന്നത്. അതിനുശേഷമാണ് മലക്കുകൾ പോലും വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. ആ മലക്കുകൾ വരുന്ന രംഗം പോലും ഭയാനകമാണ്. ആ മലക്കുകൾ കടന്നു വരുന്ന രംഗം തന്നെ വല്ലാത്ത ഭയാനകമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 6 മണ്ണിന്റെ അകത്ത് മലക്കുകൾ കടന്നു വന്നു. മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക. പടച്ചവനെ, ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി ചോദിക്കുകയാണ്. റബ്ബേ, മറുപടി പറയണ്ടേ വാപ്പാ. എത്ര പഠിച്ചു വച്ചാലും മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബി അല്ലാഹ്. പറയാനറിയാത്ത ഒരു കുട്ടിയുമില്ല, എല്ലാവർക്കും അറിയാം. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ കഴിയുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് മുൻകറും നക്കീറും എന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണമെന്നില്ലല്ലോ. അല്ലാഹു കരുണ ചെയ്തവർക്കേ അത് കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഈ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് ആദരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വദഫഅൻഹു ദുൽമത്തൽ കബരി വഹുവ മുൻകറും വനകീർ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ 6 മണ്ണിലെ കബറിന്റെ അകത്ത് നിനക്ക് രക്ഷയാ. 6 മണ്ണിലെ കബറിൽ രക്ഷപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഉടുതുണിയില്ലാതെ എല്ലാവരും കടന്നു വരുമല്ലോ. സിറാജിനെയും എന്നെയും നിങ്ങളെയും 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരാളെ പോലും നഗ്നനായി കബറടക്കാറില്ല. നല്ലതുപോലെ പൊതിഞ്ഞിട്ടല്ലേ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുന്നത്. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ് കടന്നു വരുന്നത്. ഉടുതുണിയില്ലാതെയാണ് കടന്നു വരുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെയാണ് കടന്നു വരുന്നത്. അങ്ങനെ പടച്ചറപ്പിന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഅബാൻ മാസത്തെ ആദരിച്ചവനെ, ആ മാസത്തിൽ നോമ്പ് പിടിച്ചവനെ,
അല്ലാഹു നിന്നെ വഷളാക്കൂല, അല്ലാഹു നിന്നെ നാണം കെടുത്തൂല, അല്ലാഹു നിന്നെ നഗ്നനാക്കൂല. മറ്റുള്ളവരുടെ മുന്നിൽ ഉടുതുണിയില്ലാതെ റബ്ബ് നിന്നെ നിർത്തൂല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ജനങ്ങൾ മറന്ന ദിവസത്തെ, ജനങ്ങൾ മറന്ന മാസത്തെ നീ ഓർത്തവനാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിശിഷ്ട വിഭാഗം കടന്നു വരികയാ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരുന്നു. ഔറത്ത് മറച്ചുകൊണ്ട്, വസ്ത്രം ധരിച്ചുകൊണ്ട് വിഐപികളെ പോലെ കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അവരാരെന്നറിയുമോ? എന്റെ മാസത്തെ സ്നേഹിച്ചവരാ, എന്റെ മാസത്തിൽ നോമ്പ് പിടിച്ചവരാ. അല്ലാഹ് അവർക്ക് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വശലാക്കൂല, അവർ ഔറത്ത് മറച്ചവരായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ, അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. ശഅബാൻ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ അവർ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ. 33 വയസ്സുകാരനായി അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ, അതാ അല്ലാഹു സൗന്ദര്യത്തിന് 3ആയി വേർതിരിച്ചു. ഒന്നാം സൗന്ദര്യത്തിന്റെ പകുതി അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു, പിന്നെ പകുതിയുണ്ട്, അതിന് ഒരു ഭാഗം യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെ വന്ന 4% അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുത്തത്. അത്രയും വലിയ സൗന്ദര്യവാനായ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കേറി പിടിച്ച യൂസുഫ്. സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി നടന്നു പോകുമ്പോ ചോദിക്കുന്നു, സുലൈഖ, ആ പോകുന്നത് മനുഷ്യനാണോ മലക്കുകളാണോ? പടച്ചവനെ, അത്ഭുതത്തോടുകൂടി സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കുന്നതിന് പകരം തന്റെ കൈവിരലുകൾ മുറിച്ചു മാറ്റിയെന്ന് ചരിത്രം പഠിപ്പിച്ച അല്ലാഹുവേ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ, സ്വർഗ്ഗത്തിൽ യൂസുഫ് നബിയുടെ കൂടെയാ. ഈ ശഅബാനിനെ ആദരിച്ചവനുണ്ടല്ലോ, ഈ ശഅബാനിൽ നോമ്പ് പിടിച്ചവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോയ, ഇബ്ലീസിന് പോലും അസൂയ തോന്നിയ, അല്ലാഹുവേ, ഇബ്ലീസിന് അസൂയ തോന്നിയ പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്ലീസ് പോലും അല്ലാഹുവിന്റെ അടുക്കൽ പോയി പരാതി പറയുകയാണ് അയ്യൂബ് നബിയെ കുറിച്ച്. കാരണം അതുപോലെ ജീവിച്ചിരുന്ന പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ശഅബാനിൽ നോമ്പ് പിടിച്ച നിനക്ക് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, ആ മാസത്തിലെ ഏറ്റവും പുണ്യമായ ദിവസമുണ്ടല്ലോ, ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മളുടെ സർവരുടെയും അമലുകൾ കൊണ്ടുപോകുന്ന, നമ്മൾ ജീവിതത്തിൽ ചെയ്ത സർവ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന ആ ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ശഅബാൻ 15 എന്ന് പറയുന്ന രാവ്, ആ രാവിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അല്ലാഹുവേ, ആ ദിവസത്തെ ആദരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്തിപ്പോ വല്ലാത്ത വിയർപ്പ്, അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കുന്ന
അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാവർക്കും വിയർപ്പുണ്ടോ? നല്ല വിയർപ്പുണ്ടോ? പറ, വിയർപ്പുണ്ടോ? ഇതൊക്കെ എന്ത് വിയർപ്പില്ലേ? പരലോകത്ത് വിയർപ്പിനകത്ത് മുങ്ങിയാ നിൽക്കണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതൊന്നും ഒന്നുമല്ലേ ngadi. ഇവിടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന രംഗം ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ കോടതിയിൽ വിയർപ്പിന്റെ അകത്ത് മുങ്ങുക, ദാഹിച്ചു വലഞ്ഞു നിൽക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവ്, ബറാഅത്തിന്റെ രാവ്, അള്ളാഹു ഹയാത്താക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ദിവസത്തിനിപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന് 99 പേരുകളുണ്ട് ഇല്ലേ? അസ്മാഉൽ ഹുസ്ന. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അറിയോ അസ്മാഉൽ ഹുസ്ന? അറിയോ? കാണാതറിയോ? നിങ്ങൾ പറയറ, എന്ത് കാക്കാമൻ, എന്താ പഠിക്കാത്ത? ബാക്കിയെല്ലാം അറിയാലോ, ബാക്കിയെല്ലാം നമുക്കറിയാലോ. ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് കേട്ടാ ഇപ്പൊ പറയൂ ഉസ്താദ് അത് ഇന്ന പടത്തിലെയാണ്, അത്ര ഓർമ്മയാണ്. ഒരു സിനിമയുടെ ഒരു പാട്ട് പാടിയ കൂടെ നമ്മൾ പാടും, അത്രയും ഓർമ്മ നമുക്കുണ്ട്. പക്ഷെ അള്ളാന്റെ 99 പേര് അറിയതിന്റെ മഹത്വം അവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും. അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് അതിന്റെ മുകളിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതാരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.